മോദി സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതികൾ പകർത്തി അടിച്ച് ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പാർട്ടികൾ ഭരണം കിട്ടിയാൽ ആയുഷ്മാൻ ഭാരത്, ലഡ്കി ബഹൻ യോജന എന്നിവയ്ക്ക് സമാനമായ പദ്ധതികൾ നടപ്പാക്കുമെന്നാണ് പ്രധാന വാഗ്ദാനം. ഭാരതത്തിൽ ജനപ്രിയ പദ്ധതികൾ ഉയർത്തി വോട്ടർമാരെ ആകർഷിക്കുകയാണ് ലക്ഷ്യം. നയതന്ത്ര ബന്ധത്തിൽ പാകിസ്ഥാനോട് അടുക്കുമ്പോഴും വികസന സ്വപ്നങ്ങളിൽ ഭാരതത്തോട് ചേർന്ന് നിൽക്കാനാണ് ബംഗ്ലാദേശിന്റെ തീരുമാനം. തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ കൂടുതൽ പ്രഖ്യാപനങ്ങളും ഭാരതത്തിൽ നിന്ന് കോപ്പിയടിച്ചത്. സ്ത്രീ കേന്ദ്രീകൃതമായ പദ്ധതികൾക്കാണ് താരിഫ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള BNP മുൻഗണന നൽകുന്നത്. മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും BJP സർക്കാർ നടപ്പിലാക്കിയ ലാഡ്ലി ബഹന യോജനയ്ക്ക് സമാനമായി സ്ത്രീകൾക്ക് പ്രതിമാസം 2000 രൂപ നേരിട്ട് അക്കൗണ്ടിലെത്തിക്കുമെന്ന് BNP വാഗ്ദാനം ചെയ്യുന്നു. ഫാമിലി കാർഡ് എന്ന പദ്ധതിയും അവതരിപ്പിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയ്ക്ക് സമാനമായി അരി, പരിപ്പ് തുടങ്ങിയ അവശ്യ സാധനങ്ങൾ സൗജന്യമായി ലഭിക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു. ഭാരതത്തിലെ സ്കൂൾ കുട്ടികൾക്കായുള്ള ഉച്ചഭക്ഷണ പദ്ധതിയുടെ മാതൃക ബംഗ്ലാദേശിൽ നടപ്പിലാക്കുമെന്നും BNP പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭാരതത്തിലെ കിസാൻ ക്രെഡിറ്റ് കാർഡിന് സമാനമായ പദ്ധതിയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രഖ്യാപനം. ഫാർമർ കാർഡ് എന്ന പദ്ധതിയിലൂടെ കർഷകർക്ക് കുറഞ്ഞ പലിശയിൽ വായ്പയും ഇൻഷുറൻസും ഉറപ്പാക്കും. ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് സമാനമായി പദ്ധതിയും പ്രഖ്യാപനത്തിലുണ്ട്. PM ആവാസ് യോജനയും കോപ്പിയടിച്ച പദ്ധതികളിൽ പ്രധാനമാണ്. അതേസമയം സാമ്പത്തിക പ്രതിസന്ധിയിലും ആഭ്യന്തര കലാപത്തിലും നട്ടം തിരിയുന്ന ബംഗ്ലാദേശ് എങ്ങനെ ഇത്തരം പദ്ധതികൾ നടപ്പാക്കുമെന്ന ചോദ്യം ഉയരുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.